ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലം മുന്നേ ഇറങ്ങിയതാണെങ്കിലും ഇപ്പോഴും ഒരു കുറവില്ലാതെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുനാഫയുടെ റെസിപ്പിയാണ് ഇപ്പം നമ്മൾ റെഡിയാക്കുന്നത്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കുനാഫയുടെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ പാലിൽ അലിഞ്ഞ ശേഷം പിന്നെ നമുക്കിത് ചൂടാക്കി എടുക്കാം. ഇത് അലിയിക്കാതെ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടുകയും നമുക്കിത് മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പം ആദ്യം മിക്സ് ആക്കിയിട്ട് പിന്നെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിരിക്കും. അപ്പോൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം അതിന് മുന്നേ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. അപ്പം ആദ്യം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഈ പൊടികളൊക്കെ കുക്കായി ഒന്ന് കുറുകി ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പോ 1/2 കപ്പോ ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നന്നായിട്ട് മിക്സ് ആക്കി നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ കുക്കാക്കി എടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ. അപ്പോൾ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ഒരു ക്രീം പോലെ ആക്കി അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു മൈദയുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു 1/4 കപ്പ് സാദാ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കലക്കി കട്ടയൊന്നുമില്ലാതെ ഒരു മീഡിയം തിക്നെസ് ഉള്ള ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ സേമിയാണ് എടുത്തിട്ടുള്ളത്. കുനാഫയുടെ ഡോ എടുക്കുകയാണെങ്കിൽ അത് എടുക്കുക. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സേമിയ എടുക്കാം. നല്ല നേരിയ കട്ടിയില്ലാത്ത സേമിയ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ കുറച്ച് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒരു ബ്രെഡിൻ്റെ മേലെ മുഴുവനായിട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് ഒക്കെ ചെയ്യുന്നത് പോലെ മുഴുവൻ ബ്രെഡ് ഇതുപോലെ ക്രീം വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് കവർ ചെയ്ത് മാറ്റി വെക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ കുനാഫ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡ് മുഴുവനും ഫില്ല് ചെയ്ത് ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഒന്ന് സെറ്റായ ശേഷം പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിൽ മുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയത്തിൽ മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡ് മുഴുവനും ഇതുപോലെ മൈദയിൽ മുക്കി ഇങ്ങനെ സേമിയത്തിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വന്ന ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. പെട്ടെന്ന് കളറ് മാറി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സേമിയ എടുക്കുമ്പോൾ ചെറിയ സേമിയ തന്നെ എടുക്കുക. വലുതാവുമ്പോൾ അത് നമുക്ക് കുക്കായി കിട്ടില്ലല്ലോ. നമ്മളിത് ഓവറായിട്ട് കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറിയ സേമിയ തന്നെ എടുക്കുക. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പിനായിട്ട് വെള്ളം, പഞ്ചസാര, ഏലക്കായ്, കുറച്ച് കുങ്കുമം കൂടി ചേർത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്ര പണിയുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചിട്ട് കഴിക്കുക. നല്ല സിമ്പിൾ റെസിപ്പിയാണെന്ന്, തട്ടിക്കൂട്ട് റെസിപ്പി ആണെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.